2024 ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് കേൾക്കണോ? ഒരു ദിവസം അല്ലെങ്കിൽ വെറും 1 മണിക്കൂർ നന്നായി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത ആർക്ക് വേണമെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ 6 കപ്പടിക്കാം, അല്ലെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആകാൻ കഴിയും. ആര് പറഞ്ഞതാണ്? നമ്മുടെ സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ്. നമുക്കറിയാം, പണപ്പെട്ടിയും എടുത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സായി കൃഷ്ണൻ മീഡിയാസിനോട് പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ 1 മണിക്കൂർ കുറെ ദിവസം തിന്നും കുടിച്ചും ഒരു മരവാഴയെ പോലെ അവിടെ സ്പെൻഡ് ചെയ്തപ്പോ എന്തുകൊണ്ട് സീക്രട്ട് ഏജന്റിന് കഴിഞ്ഞില്ല ആ 1 മണിക്കൂർ എടുത്ത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു കപ്പ് സ്വന്തമാക്കാനായിട്ട്? ഇനിയിപ്പോ പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം 50 ലക്ഷം കപ്പ് അതൊന്നും വലിയ കാര്യമല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ക്യാഷ് അത്ര വലിയ കാര്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോനെ ആ 5 ലക്ഷം എടുത്തോണ്ട് ഓടിപ്പോകുന്നത്? ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമന്റ്സ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും കഴിയുമെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം. കാരണം കുറെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഫിനാലെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുണ്ട്. എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം. കാരണം സായിയോട് ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് സായിക്ക് എന്ത് തോന്നി? ഇപ്പൊ സായി പറഞ്ഞു ഭയങ്കര സുഖമായിരുന്നു. ഓഫ് കോഴ്സ് സായിയെ പോലുള്ള ഒരു കണ്ടസ്റ്റന്റിന് ഭയങ്കര സുഖം തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം, സായി എന്ന് പറയുന്ന ആ വ്യക്തി ബിഗ് ബോസ് ഷോയില് ആളുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഷോയിൽ ചെല്ലുന്നു, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ട മെസ്സേജ് കൃത്യമായി പറഞ്ഞു കൊടുത്ത് ജാസ്മിന്റെ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ജാസ്മിൻ കാണിച്ച വൃത്തികേടുകളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ജാസ്മിന്റെ ഫാദർ പറഞ്ഞു വിട്ടതുപോലെയുള്ള ഒരു കൃത്യം നിർവഹിച്ചു എന്നല്ലാതെ മറ്റു ഒരു കാര്യവും സായി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ചെയ്തോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലും ഇല്ല എന്ന് പറയും. സ്റ്റേറ്റ്മെന്റ്സിലെ കുറെ കാര്യങ്ങൾ നമുക്ക് ചിരിക്കാൻ കഴിയും. കാരണം സായി പറയുവാണ്, ബിഗ് ബോസ് ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കാറില്ല, അവർക്ക് എന്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് അറിയത്തില്ല, അതൊന്നും കണ്ടിട്ടല്ല അവർ ഒരു കാര്യവും തീരുമാനിക്കുന്നത്. കാരണം സായി ഇവിടെ നിന്ന് പോയെങ്കിലും സായി പാർട്ട് ഓഫ് ബിഗ് ബോസ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര കറക്റ്റ് ആയിട്ട് സായിക്ക് എങ്ങനെ, ഒരു കണ്ടസ്റ്റന്റ് ആയി സായിക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ പറയാൻ കഴിയും? നമുക്കറിയാം, പല സിറ്റുവേഷനുകളിലും സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് പല കമന്റ്സിലൂടെയും പല മെസ്സേജുകളിലൂടെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെ സായി എന്ന വ്യക്തിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയും? ഒരു പക്ഷേ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു അറിവുമില്ലാത്തത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു പേഴ്സൺ ആ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് വിശ്വസിച്ചേനെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ബിഗ് ബോസിൽ എന്ത് നടക്കുന്നു അത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ആകുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെ BB ഷോയിൽ ഇൻഫ്ലുവൻസ് ആകുന്നു, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന സായി എന്ന് പറയുന്ന വ്യക്തി ആരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത്? കാരണം ഒരു സംശയം പോലില്ലാത്ത മതിയാണ്, അയ്യോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിടുന്ന വീഡിയോസ്, നിങ്ങളിടുന്ന കമന്റ്സ് ഇതൊന്നും ബിഗ് ബോസ് ക്രിയേറ്റേഴ്സ് കാണുന്നില്ല. മനുഷ്യൻ, ഞാനും ഇന്ന് തൊട്ട് ഒരു മനുഷ്യനായി മാറാൻ പോവാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കും, എനിക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ വീഡിയോ വിടും. എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് തെറി പറയും. ഇനിയിപ്പോ എന്നെ തെറി വിളിച്ചില്ലെങ്കിലും ഞാൻ പറയും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയും. എന്റെ വായിൽ എന്ത് വരുന്നതോ എന്റെ ന്യായം എന്താണോ അതൊക്കെ ഞാൻ പറയും. പക്ഷേ ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഇതുപോലെ തെണ്ടിത്തരങ്ങളെ വിളിച്ചു പറയുന്ന കാര്യത്തിലും ഞാനൊരു മനുഷ്യനല്ല. സായി എന്ന് പറയുന്ന വ്യക്തിയാണ് കൃത്യമായി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കുറെ വലിയ വലിയ കാര്യങ്ങൾ അന്നും ഞാൻ പറഞ്ഞായിരുന്നു. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഒരു വ്യത്യാസം കാണാൻ പോകുന്നില്ല, ഒരു മനുഷ്യനും ഒരു കോപ്പും ആവാൻ പോകുന്നില്ല. വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിന് തന്റേതായ ഒരു നിലപാടില്ലാതെ, അതായത് രണ്ട് സൈഡിലും ആർക്കും വിഷമം വരരുത്, ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് പിടിച്ച് എപ്പോഴും ഒരു വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുന്ന സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണനെ എങ്ങനെ ഈ കാണുന്ന ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും? ഇന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ദിവസം പോലായില്ല ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഷോയിൽ പറഞ്ഞ കാര്യം ഒരു വ്യക്തിത്വമില്ലാതെ പറയുവാണ്. അത് ഇത് റിയല്.
എന്ത് കോപ്പ്. അങ്ങനെ തന്നെയാ എന്റെ സായി എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്നത്. ബിഗ് ബോസ് ഷോയില് ഇരുന്ന് തള്ളിപ്പോ സായി കൃഷ്ണൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് തള്ളി മറിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണാവുന്ന ജനങ്ങളുടെ മൊത്തം കണ്ണിൽ പൊടിയിട്ട് ഓട്ടക്ക അടിച്ചു മാറ്റി ആ 50 ലക്ഷം കൊണ്ട് പറക്കാന്ന്. അത് എന്നും നടക്കില്ലെന്ന് സായി കൃഷ്ണൻ മനസ്സിലാക്കിയോ? നമുക്കറിയാലോ, ഫാമിലി വീക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോ സായിക്ക് സായിയുടെ സ്റ്റാൻഡ് കൃത്യമായി മനസ്സിലായി. സോ സായി അവിടുന്ന് വീണ്ടും പ്ലേറ്റ് മാറ്റി. അതാണ് മണി ബോക്സ് കണ്ടപ്പോ സായി ചാടി പിടിച്ചെടുത്ത് ഓടിപ്പോകുന്നത്. കാരണം സായിക്കറിയാം അവിടെ ഒരു ടോപ്പ് 5 പോലും സായി വരത്തില്ല. അത്രയും മോശം പെർഫോമൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു പെർഫോമൻസും സായി അവിടെ കാഴ്ചവെച്ചിട്ടില്ലെന്ന്. സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മീഡിയ സായിയോട് ചോദിച്ചായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ സായിയുടെ റെസ്പോൺസ്? അതായത് സായി എന്ന് പറയുന്ന വ്യക്തിക്ക് ചെവി കേൾക്കാനോ കണ്ണ് കാണാനോ ഒന്നും കഴിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സിബിൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് സിബിന് സംഭവിച്ച കാര്യങ്ങൾ, സിബിൻ കടന്നുപോയ ദിവസങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കണ്ടിരുന്ന ഒരു വ്യക്തി സിബിൻ എന്ന് കേട്ടപ്പോ തന്നെ സിബിനോ ആര് ആ ഒരു ആക്ഷൻ ഇട്ട് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതാണ് സായി. സായി ഒരുമാതിരി നട്ടലില്ലാത്ത ഒരു വ്യക്തി. കാരണം ഒരു നല്ല നട്ടല് നിവർന്നു നിൽക്കാൻ കഴിവുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചില അടിമകളെ പോലെ പെരുമാറും, നമ്മൾ മറ്റുള്ളവരെ കളിപ്പാവകളെ പോലെ പെരുമാറും. സായിയെ പോലെയുള്ള ഉഡായിപ്പുകളുടെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറെ പറയാനുണ്ടായിരിക്കും. പക്ഷെ ആ കാര്യം പറയാനല്ല. ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളോടും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ പോളുകളിൽ കാണുന്ന വോട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണ്ടിട്ട് ജിൻഡോയാണ് ലീഡ്, എത്ര പേര് ഒരുമിച്ച് നിന്നാലും ജിൻഡോയെ തകർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ആർക്കും വേണ്ട. എല്ലാവരും മേക്ക് ഷുവർ ചെയ്യണം ജിൻഡോയെ ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി മാക്സിമം വോട്ട് കൊടുക്കണം. ഓരോ വോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ അധികം സേഫ് സോണിൽ ഒന്നുമല്ല. എല്ലാവരും പറയുന്നു ജിൻഡോ ജിൻഡോ, ഒരു 100 കമന്റ്സ് കാണുമ്പോഴേക്കും ജിൻഡോ തന്നെ വിന്നർ, അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. നമ്മൾ എല്ലാവരും നമ്മുടെ മാക്സിമം സപ്പോർട്ട് കൊടുത്ത് ലാസ്റ്റ് ഡേ വരെ പല കാര്യങ്ങളും സംഭവിക്കാം. ഇതുപോലെയുള്ള വ്യക്തികൾ പുറത്തു നിൽക്കുമ്പോൾ കൃത്യമായി തനിക്കറിയാവുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമായി വിളിച്ചു പറയുന്ന സായി, അതായത് സായിക്കറിയാം ജിൻഡോയ്ക്കാണ് എല്ലായിടത്തും മാക്സിമം സപ്പോർട്ട്, ജനങ്ങളുടെ പിന്തുണ ഏറ്റവും കൂടുതലുള്ള വ്യക്തി ജിൻഡോയാണെന്ന് 100% അറിവുള്ള സായി ഒരു പൊട്ടൻ കളിച്ച് നമ്മളെയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ഇവിടെ പലതും നടന്നു തന്നെയിരിക്കും. ഒരു കോമഡി കൂടി പോയി പറയാട്ടോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ജാസ്മിനെ കുറെ കളിയാക്കിയും മാക്സിമം ട്രോളിയൊക്കെ നമ്മുടെ സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് വീഡിയോസ് ഇട്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ ആവോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ സായി അണ്ണൻ മനുഷ്യനൊക്കെ മാറിയ കാരണം നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ജിൻഡോയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. സായി അണ്ണന്റെ കുറെ ഇനിയും ഇതുപോലെയുള്ള ഭയങ്കരമായ മനുഷ്യത്വം നിറഞ്ഞ കാര്യങ്ങൾ, മനുഷ്യത്വം നിറഞ്ഞ വീഡിയോസ്, മനുഷ്യത്വം നിറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ജസ്റ്റ് ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം വെറും നിസ്സാര ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും കൂടുതൽ സപ്പോർട്ടുമായി മുന്നോട്ട് വരണം. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യണം ജിൻഡോയ്ക്ക് സപ്പോർട്ടുമായി. ജിൻഡോയ്ക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയുമായി തിരിച്ചു വരും. എല്ലാവർക്കും ടാറ്റാ ബൈ.